നമസ്കാരം. തൊടിയിലെ ചെടി എന്ന പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഷ്കളങ്കതയുടെയും സൗന്ദര്യത്തിൻ്റെയും പ്രതീകമായ പനിനീർ പൂവിനെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഭംഗിയുടെയും സുഗന്ധത്തിൻ്റെയും കാര്യത്തിൽ എന്നും ഒന്നാമതായി നിൽക്കുന്ന പനിനീർ അഥവാ റോസ് ഒരു അലങ്കാര സസ്യവും അതുപോലെ തന്നെ ഔഷധവുമാണ്. പ്രാചീന കാലം തൊട്ട് തന്നെ ഇത് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചെടിയാണ്. അക്ബർ ചക്രവർത്തിയാണ് ഇതിനെ ഭാരതത്തിൽ കൊണ്ടുവന്നത്. കാണാനുള്ള ഭംഗിയുള്ളത് കൊണ്ട് ഇതിനെ സംസ്കൃതത്തിൽ തരുണി എന്നും, ഒരുപാട് ഇതളുകളുള്ളത് കൊണ്ട് ശതപത്രി എന്നും, മണമുള്ളത് കൊണ്ട് ഗന്ധാഢ്യ എന്നും, കാണാൻ ഭംഗിയുള്ള ഇതളുകളായതുകൊണ്ട് സുദള എന്നുമാണ് ഇതിനെ സംസ്കൃതത്തിൽ നാമകരണം ചെയ്തിട്ടുള്ളത്. റോസേസി കുടുംബാംഗത്തിൽപ്പെടുന്ന റോസ ഇൻഡിക്ക എന്നാണ് ഇതിൻ്റെ ശാസ്ത്രനാമം. ഇത് 100ഓളം ഇനങ്ങളിൽ കാണുന്നു. റോസ ആൽബ, റോസ ഇൻഡിക്ക, റോസ ചൈനൻസിസ് എന്നിവയാണ് ഇതിൽ ചിലത്. പൂക്കളുടെ നിറത്തിൻ്റെയും ആകൃതിയുടെയും വ്യത്യാസത്തിലാണ് ഇതിനെ തരംതിരിച്ചിട്ടുള്ളത്. നിരവധി മുള്ളുകളുള്ള ഒരു കുറ്റിച്ചെടിയാണ് റോസ്. മുള്ളുകൾ ഹുക്ക് പോലെയാണ്. ഇലകൾ സംയുക്തമായും ഏകാന്തര ക്രമത്തിലും വിന്യസിച്ചിരിക്കും. 3 മുതൽ 5 പത്രകങ്ങൾ വരെയാണ് ഇതിൽ ഉള്ളത്. പൂവിൻ്റെ നിറം പലതരത്തിലുണ്ട്. കൂടുതൽ ചുവപ്പ് മുതൽ നീല വരെയാണ് കാണുന്നത്. പൂക്കൾ ഒറ്റയ്ക്കോ കൂട്ടമായോ കാണുന്നു. ജെറാനിയോൾ എന്ന രാസഘടകമാണ് ഇതിനെ മണം നൽകുന്നത്. ഇതൊരു ശീതപദാർത്ഥമാണ്. റോസ് വാട്ടർ അഥവാ പനിനീർ നമുക്ക് ഏവർക്കും സുപരിചിതമായ ഒരു സാധനം ഇതിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. വേര്, പൂവ് എന്നിവയാണ് ഇതിൻ്റെ ഔഷധയോഗ്യ ഭാഗം. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഔഷധ വിവരങ്ങൾ ഡോക്ടർ CM ശ്രീകൃഷ്ണൻ നമ്മളോട് വിവരിക്കുന്നതാണ്. ഈ റോസ് അതതിൻ്റെ റോസ് കളറിലുള്ള പൂവ്, അതാണ് അതിൻ്റെ പ്രധാനം. അതിന് സംസ്കൃതത്തിൽ വരെ തരുണി എന്നാണ് പറയുക. താരുണ്യത്തെ ഉണ്ടാക്കുന്നത്, അതായത് യൗവനാവസ്ഥയിൽ സൗന്ദര്യം ഉണ്ടാക്കുന്ന ഒരു ചെടി എന്ന അർത്ഥത്തിലാണ് ഈ റോസിനെ പറയുന്നത്. ഇത് വളരെ ഫലപ്രദമാണ്. അതൊരു ശീതവീര്യമാണ്, അതായത് ശരീരത്തിനെ തണുപ്പിക്കുന്നതാണ്. അതായത് യൗവനാവസ്ഥയിൽ ശരീരം പൊതുവെ ചൂട് കൂടും. അപ്പോൾ ആ അവസരത്തിൽ ഈ റോസിൻ്റെ പ്രയോഗം ശരീരത്തിലെ തണുപ്പിക്കും. ഉദാഹരണം, ദിവസേന ഈ റോസിൻ്റെ ഒരു 4 ഇതള് ദിവസേന അകത്തേക്ക് കഴിച്ചാൽ വയറിലുണ്ടാകുന്ന കാളിച്ച് മെരിച്ചിൽ കുറയും. അതുപോലെ ശരീരത്തിൽ ഒരു ചൂട് കുറയും. പിന്നെ ഇതിൻ്റെ ചില അരോമ തെറാപ്പിയാണ് ഈ റോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് അരോമ തെറാപ്പി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഈ മണം, അതുപോലെ തന്നെ അതിൻ്റെ ഈ ഇതളുകളൊക്കെ. അപ്പോൾ ഈ റോസിൻ്റെ ഇതള് കണ്ണിൻ്റെ മുകളിൽ കുറേ 10 മിനിറ്റ് വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ കണ്ണിന് നല്ല കുളിർമ കിട്ടും. അതുപോലെ തന്നെ ഈ റോസ് പനിനീരിൻ്റെ അതിൻ്റെ നീര് കൊടുത്തിട്ട് അതിൽ അരച്ചൊരു പേസ്റ്റ് ആക്കിയിട്ട് ചുണ്ടിൽ നെല്ല് പുരട്ടിയിട്ട് കഴിഞ്ഞാൽ ഇന്ന് ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്കൊക്കെ നല്ലതാണ്. കാരണം അത് ലിപ്സ്റ്റിക്ക് ഭയങ്കര ടോക്സിക്കാണ്. ഇതിനൊരു ടോക്സിക്കും ഇല്ല. ചുണ്ടിന് നല്ല കളറും കിട്ടും, എപ്പോഴും ചുണ്ടിനൊരു മൃദുത്വം ഉണ്ടാകും. പിന്നെ ഇതിൽ നിന്നുണ്ടാക്കുന്ന ഇതിൻ്റെ ഇടിച്ചു പിഴിഞ്ഞ നീര് നല്ല ഒരു പെർഫ്യൂമായിട്ട് കക്ഷത്തും ഈ ചെവിടെ ഇവിടെയൊക്കെ പറ്റിക്കഴിഞ്ഞാൽ ആ ദിവസം മുഴുവൻ നല്ല ഉന്മേഷത്തോടു കൂടി മനസ്സ് നല്ല ആഹ്ലാദമായി ശുദ്ധമായി നിലനിർത്താൻ പറ്റും. അതിൻ്റെ ഒരു വേറൊരു പ്രയോഗമാണ് ഈ റോസ് പൂവ് തലയിൽ ചൂടും. പണ്ട് ഇപ്പം ആരും കാണില്ല. പണ്ടൊക്കെ ഒരു റോസ് പൂവ് തലയിൽ ചൂടിയാൽ ഭയങ്കര അട്രാക്ഷനാണ്. ഈ റോസ് പൂവ് തലയിൽ ചൂടിയാൽ അതിൻ്റെ മണം എപ്പോഴും നമ്മുടെ തലയിലേക്ക് അടിച്ചുകൊണ്ടിരിക്കും. അതന്നെ ഈ റോസ് അതിൻ്റെ ഒരു നെർവസ് സ്റ്റിമുലേഷൻ എന്ന് പറയുക. അതായത് അതിൻ്റെ ഈ മണം അടിക്കുക, അല്ലെങ്കിൽ അത് ഈ നെറ്റിയിലോ എവിടെയെങ്കിലും ലേപനം ചെയ്ത് കഴിഞ്ഞാൽ അത് ഈ നെർവസ് സിസ്റ്റത്തിനെ ഇങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പോൾ ഈ സ്ട്രെസ്സ് എന്ന് പറയുന്നുണ്ടാവില്ല, സ്ട്രെസ്സിനെ കുറയ്ക്കാനും പറ്റും. പിന്നെ ഈ വയറ്റിലുണ്ടാകുന്ന ഈ ചില അൾസറുകൾ, അതിൽ വായിൽ ഈ മുറിവുണ്ടാകുന്ന ചില ആൾക്കാർക്ക് അത് ചുട്ടുനീറ്റിലുണ്ടെങ്കിൽ ഈ റോസിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട്, അല്ലെങ്കിൽ പൂവിൻ്റെ ഇല ഉണക്കി പൊടിച്ചിട്ട് ലേശം നെയ്യിലോ തേയിലോ ചേർത്ത് കഴിച്ചാൽ മതി. അതും ശമനം ഉണ്ടാവും. Ah